ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത് കേട്ടോ. എൻ്റെ 25th വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് എടുത്ത ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. വെഡിങ് ആനിവേഴ്സറി വീഡിയോ എന്ന് പറയുമ്പോൾ അങ്ങനെ ആഘോഷമാക്കിയിട്ട് കഴിച്ച വീഡിയോ ഒന്നല്ല കേട്ടോ. നമ്മൾ 3 പേരും ഒന്ന് ഒത്തുചേർത്തിട്ടുള്ള ഒരു ദിവസം അത്ര തന്നെ. പിന്നെ ഇതുപോലൊരു നമുക്കൊരു ചാനൽ ഉള്ളത് കൊണ്ട് അതിലേക്ക് ഇടുന്നതേ ഉള്ളൂ. നാളെ എന്നും നമുക്കിത് ഓർത്തിരിക്കാനും കാണാനും ഒക്കെ ഒരു സന്തോഷമല്ലേ. അല്ലാതെ മോൻ്റെ ബർത്ത്ഡേ ആയിക്കോട്ടെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ആഘോഷമാക്കാറില്ല. നമുക്കിടയിൽ ഒരു സന്തോഷം അത്ര തന്നെ. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്കൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരണേ. വെഡിങ് ആനിവേഴ്സറിൻ്റെ അന്ന് പുലർച്ചെയായിരുന്നു മോന് ദുബൈയിൽ നിന്ന് വന്നത്. അവൻ കമ്പനി ആവശ്യത്തിന് വേണ്ടിയിട്ട് ദുബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. 1 വീക്ക് ആയിട്ടേ ഉള്ളൂ പോയിട്ട് കേട്ടോ. അപ്പോൾ അവൻ വരുന്ന അന്ന് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു സമാധാനം, അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് അവനുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു. എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കഴിയണ്ടേ, അവന് പോയ പരിപാടി കംപ്ലീറ്റ് ചെയ്യാതെ വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞിട്ടായിരുന്നു പൂരിയും ചെനക്കറിയും വേണമെന്ന്. ഒരാഴ്ചയായല്ലോ പുറത്തുള്ള ഫുഡ് കഴിക്കുന്നത്. അമ്മ എനിക്കത് വേണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി തന്നെ വെള്ളക്കടല കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടുമല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നത് കേട്ടോ. കടല വെന്ത് വരുമ്പോഴേക്ക് അതിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ കടലയിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, ചെന മസാലപ്പൊടി ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഉപ്പും ചേർത്തിട്ടാണ് ഞാൻ വേവിക്കാൻ വെച്ചത്. സംസാരത്തിനിടയ്ക്ക് അത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ ഉപകാരപ്പെടേണ്ടതല്ലേ, അതുകൊണ്ട് പറയാമെന്നേ. അപ്പോൾ ഇതാ ഞാൻ തക്കാളിയും ഉള്ളിയും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഉള്ളിയൊക്കെ ഞാൻ കുറച്ചേറെ കട്ട് ചെയ്യുന്നുണ്ട്. ഉച്ചക്കൊക്കെ ഞാൻ ചെമ്മീൻ ചോറ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് കൂടുതലുള്ള ഉള്ളിയും തക്കാളിയൊക്കെ കട്ട് ചെയ്തെടുത്ത് അപ്പോഴേക്ക് ഇതും കടലയും വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് 2 വിസിലടിക്കുമ്പോഴേക്കിനെ വെന്ത് കിട്ടും. കാരണം കുതിർത്തി വെച്ചതായിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതെന്തിനാന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇത് അടുപ്പത്ത് നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം മസാല വഴറ്റാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ ഗീയാണ് ഒഴിച്ചു കൊടുത്തത് പാനിൽ. ഇനി 1.5 ടീസ്പൂൺ ചെറിയ ജീരകവും ബേ ലീഫും, അതുപോലെ ഗ്രാമ്പൂ, ഏലക്കപ്പട്ട, പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ ചന മസാല ഉണ്ടെങ്കിൽ ഓപ്ഷനിലാണ് ഇട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. ചേർത്ത് കൊടുത്ത പൊടിയുടെ ഒക്കെ റോ ടേസ്റ്റ് മാറി വരുമ്പോൾ തക്കാളിയും മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റാം. ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അതൊന്ന് ഉടയാൻ വേണ്ടി അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചു കൊടുക്കണം. ചൂടോടുകൂടി ഇപ്പോൾ അടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് തണിയാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കിതാ ഇന്നലെ രാത്രി ഞാൻ ചപ്പാത്തിയായിരുന്നു ചുട്ടത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പൂരിക്ക്. അന്നേരം തന്നെ കുറച്ച് ഒരു നനഞ്ഞ ഒരു ക്ലോത്ത് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ രാവിലെ വരെ കിട്ടും കേട്ടോ. ഞാൻ മോനെ ആദ്യം സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യാറ്. രാത്രി തന്നെ കുഴച്ച് വെക്കും. പിന്നെ അല്ലാതെ രാവിലെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതെടുത്ത് ആ തണുപ്പോട് കൂടി പൊരിക്കുകയൊക്കെ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ രാത്രി കുഴച്ചിട്ട് ഒരു നനഞ്ഞ ക്ലോത്ത് ഇങ്ങനെ അടച്ചു വെച്ച് കൊടുത്താൽ തണുപ്പുള്ള കാലാവസ്ഥയിലുള്ള കാര്യമാണ് പറയുന്നത്. നല്ല ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ പറ്റുമോ അറിയില്ല, പുളിച്ചു പോകും വഴിയുണ്ട്. ഞാൻ കുറച്ച് തണുപ്പുള്ള കാലാവസ്ഥയിലാണ് പറയുന്നത്. അങ്ങനെ ചെയ്താൽ നല്ലതായിട്ട് പിന്നെ നമുക്ക് പൂരി നന്നായിട്ട് പൊങ്ങിക്കിട്ടും. അതുപോലെ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. എണ്ണയും അധികം അങ്ങ് കുടിക്കൂല. അപ്പോൾ ഞാനിപ്പോൾ അതിനിടയിൽ വർത്തമാനത്തിനിടയിൽ തന്നെ ആ പൂരിയൊക്കെ കുഴച്ചു പരത്തി ഒക്കെ ചെയ്തിട്ടുണ്ട്. എണ്ണ ഒട്ടും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല പിന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൂരി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു മസാല. അത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ കടല മാറ്റി വെക്കുന്ന കാര്യം. അതില്ലേ, ഇത് നമ്മൾ അരച്ച് കൊടുക്കുമ്പോൾ കടല ചേർത്ത് കൊടുത്താൽ നമ്മൾ കടലക്കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരക്കാതെയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പും പിന്നെ കുറച്ച് മല്ലിയില കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ തിളക്കാൻ വേണ്ടി അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു താളിപ്പ് തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് ചെറിയ പീസ് ബട്ടറും 1.5 ടീസ്പൂൺ ചെറിയ ജീരകവും വറ്റൽ മുളകും ഇട്ടിട്ട് അതൊന്ന് താളിപ്പ് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് അതുകൂടെ നമുക്ക് ഈ തിളച്ച് വന്ന ഗ്രേവിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കണേ. വെജിറ്റബിൾ കറി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രൈ നിർബന്ധമാണ് കേട്ടോ. പപ്പക്കും മോനും ഒന്നുകിൽ ഫിഷ് ഫ്രൈ ചെയ്യണം, അതല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്യണം. മീൻ കട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ എപ്പോഴും വെക്കും കേട്ടോ, ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഇതാ കൊഞ്ച് ഉച്ചക്കൊക്കെ ഞാൻ പറഞ്ഞല്ലോ ബിരിയാണിയൊന്നുമല്ല, സാധാരണ കൊഞ്ചിൻ്റെ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊഞ്ചും അതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അത് എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ എണ്ണയിലൊന്ന് മൂപ്പിച്ചു. ഞാൻ എടുക്കുന്ന ഏത് പാത്രത്തിലാണോ ചോറ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ തന്നെ അങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൻ്റെ ആ മസാലയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് ആ മസാലയിൽ പിടിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഞാൻ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഴുവൻ റെസിപ്പി വേണ്ടവർ അത് കാണുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഇത് ലെങ്ത്ത് ഓവർ ആവുന്നതുകൊണ്ട് ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ഇതുപോലെ അങ്ങ് കാണിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ.
അരി ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സമയം ഒന്ന് കുതിരാൻ വെക്കും കേട്ടോ. ആ സമയത്ത് ലുലുന്ന് വാങ്ങിച്ച കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതെന്നോട് ഇന്നലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നിക്കൽ സിബ്ലോക്ക് കവറിലാക്കി വെക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു ബോക്സിലാക്കി വെക്കുന്നത് നല്ലത്. അങ്ങനെ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ കിട്ടും കേട്ടോ. മല്ലിയില ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് അതിലൊരു ടിഷ്യൂ വെച്ചിട്ട് മുകളിലും മേലെയും ഒരു ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്ത് അങ്ങോട്ട് മാറ്റി വെക്കും. പിന്നെ അതുപോലെ ബാക്കി വന്നത് ഇപ്പോഴുള്ള ചോറിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് മുന്നേ ഉള്ളതാണ് കറിയിലിട്ടത്, അപ്പോൾ ഇതിപ്പോൾ പുതിയതായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇതാ ഉള്ളിയും തക്കാളിയൊക്കെ വാടി വന്നപ്പോൾ ഞാനില്ലേ ഈ കറി വെക്കുമ്പോഴെപ്പോഴും അതിൻ്റെ തലഭാഗം ഉണ്ടല്ലോ, അതും മഞ്ഞളും മുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മല്ലിയിലയും കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കും. നമ്മൾ ഒരു ഗ്ലാസ് അരിയാന്ന് എടുക്കുന്നെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. കംപ്ലീറ്റ് ഞാൻ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം കേട്ടോ, എന്നിട്ട് നിങ്ങൾ കണ്ടു നോക്കും. അല്ലെങ്കിൽ പിന്നെ ഇത് ലെങ്ത്ത് ഓവറാവും, അതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിനില്ല വെള്ളം എടുത്താൽ ഇത് കണ്ടോ കുഴഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കൊഞ്ച് ചോറ് ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും തേങ്ങയും പിന്നെ അതുപോലെ തന്നെ പുളിയില്ലേ, അത് ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ് അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വെള്ള ചമ്മന്തിയാണെന്ന് ആവശ്യമെങ്കിൽ ആ മുളക് പൊടീൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും കളറിലാണ് ചമ്മന്തി ഇഷ്ടം. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കറിവേപ്പിലയും മല്ലിയിലയും ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നേ, അതുകൂടെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. പുളി ചേർത്തത് കൊണ്ടാണ് ഞാൻ ഇതിലോട്ട് നാരങ്ങയോ അതിലെ വിനാഗിരിയോ ഒന്നും ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പുളിയുടെ പുളിപ്പ് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാ തലശ്ശേരി സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി റെഡിയായി, സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഫുഡ് കഴിഞ്ഞപ്പോൾ പപ്പയും മോനും പറഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് കേട്ടോ. മുക്സൈൽ ബീച്ചിലോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ റൂമായിട്ട് കുറച്ചൊരു ദൂരം ഉണ്ട്, പക്ഷെ അവിടെ എത്തിയത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മോന് ദുബൈ കഥയൊക്കെ പറഞ്ഞ് അവിടെ എത്തുമ്പോഴേക്ക് പെട്ടെന്ന് എത്തിയ പോലെ തോന്നി. സ്വതവേ കുറച്ച് ദൂരം തോന്നുന്ന സ്ഥലം നമുക്ക് അവൻ്റെ കഥയൊക്കെ കേട്ട് പോയതുകൊണ്ടാണ്. കാരണം അവന് വന്നപാടെ കയറി കിടന്നു, പിന്നെ ഞാനും കിച്ചണിലായി പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഥ കേൾക്കാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്ക് ആ കഥയൊക്കെ കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് എത്തിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പോൾ മോൻ്റെ വകയായിരുന്നു കേട്ടോ നമുക്ക് ഇപ്രാവശ്യത്തെ ഗിഫ്റ്റ്. സ്വതവേ നമ്മൾ തന്നെ മൂപ്പര് എനിക്ക് വാങ്ങിച്ചിട്ട് ഞാൻ മൂപ്പർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നു, അങ്ങനെയായിരുന്നല്ലോ. ഇത്തവണ മോന് ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള ആദ്യ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ അൽഹംദുലില്ല മോൻ്റെ വകയായിരുന്നു കേട്ടോ ട്രീറ്റും. പിന്നെ അതുപോലെ എനിക്ക് പോകുമ്പോൾ തന്നെ എനിക്ക് റിങ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ 3 പേര് പോയിട്ട് തന്നെ വാങ്ങിച്ചു. അതെല്ലാ വർഷവും നമ്മൾ എടുക്കും പോലെ. അപ്പം അത് അവൻ ഇപ്രാവശ്യം വാങ്ങിച്ചു തന്നു, അത്രയേ ഉള്ളൂ. പക്ഷേങ്കിൽ പപ്പക്ക് പിന്നെ മോന് വാങ്ങിച്ചത് അറിയില്ലായിരുന്നു കേട്ടോ. വന്നപാടെ എൻ്റെ കയ്യിൽ തന്നതുകൊണ്ട് മൂപ്പര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ഞാനും പപ്പയും മറക്കത്തേയില്ല. അൽഹംദുലില്ല മാഷാ അല്ലാ മോൻ്റെ വകയായിരുന്നു ട്രീറ്റും ഗിഫ്റ്റും ഒക്കെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ടൈം കുറച്ചൊന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ, അപ്പോൾ തിരിച്ചു പോകാമെന്നുള്ളതിൽ അങ്ങനെ നമ്മൾ തിരിച്ചു പോകാനുള്ള പരിപാടി കേട്ടോ. തിരിച്ചു വരുമ്പോൾ പിന്നെ ഞാനായിരുന്നേ ഡ്രൈവ് ചെയ്തിരുന്നത്. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ആ സമയത്തുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് തരാം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.